എല്ലാവർക്കും നമസ്കാരം. ആൻ്റണി മുനിയറ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇടുക്കി ജില്ലയിലെ ചെറുതോണിയിലാണ്. ചെറുതോണിയിലേക്ക് എത്തുമ്പോൾ ചെറുതോണിയുടെ ഒരു കരുത്തും പ്രശസ്തിയും എല്ലാം പുറലോകത്തേക്ക് എത്തിക്കുന്നത് സ്വദേശിയിലൂടെയാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. സ്വദേശി അച്ചാർ കേരളത്തിലെമ്പാടും മാത്രമല്ല ഇന്ത്യയിൽ എവിടെയും കൊറിയറായിട്ട് സ്വദേശി അച്ചാറുകൾ ലഭിക്കും. 100 കണക്കിന് വെറൈറ്റി അച്ചാറുകളും നാടൻ ഭക്ഷണങ്ങളുമാണ് ഇവിടെ സ്വദേശിയിലെത്തുമ്പോൾ ഉള്ളത്. സ്വദേശി കുടുംബമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. എത്ര നാളായി നമ്മളിങ്ങനെ ഒരു സംരംഭമൊക്കെ ആരംഭിച്ചിട്ട്? 25 വർഷമായി. ഒന്ന് പരിചയപ്പെടുത്താമോ എല്ലാവരും? അച്ചാറാണ് പ്രധാനം അല്ലേ? അച്ചാർ എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്? കൊറിയർ വഴി ഇത് മാത്രമല്ല, അച്ചാറുകളുടെ ഒരു ലോകമെന്നാണ് പറയുന്നത് അല്ലേ? പിക്കിൾസ് വേൾഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ലോകത്തേക്ക് പോകാം. ഇവിടെ മറ്റൊരു ബോർഡ് കാണുന്നുണ്ട്. ഒരു കുടുംബത്തിൻ്റെ സംരംഭം, വിമലാമ്മയുടെ രുചിക്കൂട്ടുകൾ, 100-ലധികം അച്ചാറുകൾ. മാത്രമല്ല അച്ചാറുകളുടെ എല്ലാം പേരുകളെല്ലാം ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. വിമലാമ്മയുടെ രുചിക്കൂട്ട് എന്നാണ് സ്വദേശി അച്ചാറിൻ്റെ തലവാചകമായിട്ട് ഇവിടെ ഒരു ബോർഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വിമലാമ്മ നമസ്കാരം. ഈ അച്ചാറിൻ്റെ ലോകത്തേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. എന്തെല്ലാം വെറൈറ്റീസ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്? നമുക്ക് 100ഓളം വെറൈറ്റി അച്ചാറുകളുണ്ട്. അതിൽ കുറേയേറെയൊക്കെ ഞാൻ പരിചയപ്പെടുത്താം. ആദ്യമായിട്ട് നമുക്ക് തേങ്ങാക്കൊത്തും കൊണ്ട് ആരും തന്നെ അച്ചാറിട്ടിട്ടൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. എൻ്റെ ഒരു പ്രത്യേക റെസിപ്പിയാണ് തേങ്ങാക്കൊത്ത് അച്ചാറ്. തേങ്ങ ചെറുതായിട്ട് കണ്ടിച്ചെടുത്തിട്ട് അത് നന്നായിട്ട് എണ്ണയ്ക്കകത്ത് വരട്ടിട്ട് ചേരുവകളെല്ലാം ചേർത്ത് അച്ചാറുണ്ടാണ്. മീനിനകത്ത് കിടക്കുന്ന ഒരു തേങ്ങ കടിക്കുന്ന ഒരു ഫീലിംഗ് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ചോദിച്ചു പഠിക്കുന്ന ഒരു അച്ചാറാണ് തേങ്ങാക്കൊത്ത്. വാഴപ്പിണ്ടി അച്ചാറൊക്കെ കാണുന്നുണ്ട് ഇവിടെ കേട്ടോ. വാഴപ്പിണ്ടി അച്ചാറുണ്ട്. വേറെ പുളിയിഞ്ചിക്കറി, വെറൈറ്റി ആയിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. പുളിയിഞ്ചിക്കറി, ഇത് ഇഞ്ചി വട്ടം കണ്ടിച്ചിട്ട് നമ്മൾ വറുത്ത് പൊടിച്ചെടുക്കുന്നതാണ്. സദ്യകൾക്കൊക്കെ നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ഹിന്ദുസിന്റെ ചെറു മധുരമുള്ളതാണ്. ശർക്കരയൊക്കെ ചേർത്ത് എരിവും പുളിയും മധുരവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റ്. പിന്നെ നമുക്ക് കാരറ്റ് അച്ചാർ, കാരറ്റും മാങ്ങയും കൂടെ ചുമന്ന നിറത്തിലുണ്ടാക്കുന്നത്. ഇത് കാരറ്റും മാങ്ങയും മധുര അച്ചാറാണ്. ചെറുമധുരമുള്ള ഒത്തിരി ഇഷ്ടമാകുന്ന നല്ല അച്ചാറാണിത്. ഈ കാട്ടുകണ്ണിമാങ്ങ കാണുന്നുണ്ട്. ഇപ്പൊ ഉണ്ടോ കാട്ടുകണ്ണിമാങ്ങ? ഉണ്ടല്ലോ. അത് കണ്ണിമാങ്ങയാണ്. നമ്മുടെ സ്പെഷ്യൽ ഐറ്റം കാട്ടുകണ്ണിമാങ്ങ അല്ലേ? കാട്ടുകണ്ണിമാങ്ങ കാണിച്ചു തരാം കേട്ടോ. കാട്ടുകണ്ണിമാങ്ങ നമുക്ക് ഏകദേശം തീരാറായി. അതുകൊണ്ടാണ് ഒരുപാട് ഇങ്ങോട്ട് പെരുക്കിയെടുത്ത് കഴിഞ്ഞാൽ 10-20 പീസും കൂടെ ഉള്ളു. ഈ വർഷത്തെ എല്ലാം വിറ്റ് കഴിഞ്ഞു. ഇതെന്താ? ഇനി അടുത്തതായിട്ട് നമുക്ക് ഇടിഞ്ചക്ക അച്ചാറാണ്. ഒരു പ്ലാത്തേലൊരു ചക്ക ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു വലിയ മുതൽ മുടക്കില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒത്തിരി ഒരു നല്ല വിഷമില്ലാത്ത ഒരു ഐറ്റമാണ് ഇടിഞ്ചക്ക. മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി എടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല ഒരു ഐറ്റമാണിത്. ഒരുപാട് പൈസയും മുടക്കില്ല, നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വിഷമില്ലാത്ത സാധനം. ഇത് നമുക്ക് പൈനാപ്പിള്, കാരറ്റ്, വെള്ളക്കിട്ട അച്ചാറ്. ചുവപ്പ് നിറത്തുള്ള അച്ചാറുണ്ട്, നല്ല വെളുത്തതുകൊണ്ട്. ഇത് മധുരമില്ല, ഇത് പുളിയും എരിവുമാണ്. നല്ല പച്ചമുളകും കാന്താരിമുളകും ഒക്കെ ഇടുന്നതുകൊണ്ട് എരിവുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ലൂബിക്ക അച്ചാറ്, ചീമനെല്ലിക്ക, ചുമന്ന കളറിലുള്ള നെല്ലിക്ക. അത് ഉപ്പിലിട്ട് തിന്നാനും അച്ചാറിട്ട് തിന്നാനും ഒക്കെ ആൾക്കാർക്ക് നല്ല ഇഷ്ടമാണ്. വെളുത്തുള്ളി അച്ചാറുണ്ട് അല്ലേ? വെളുത്തുള്ളി അച്ചാറുണ്ട്. പൈനാപ്പിൾ ക്യാരറ്റ് അച്ചാറുണ്ട്. പിന്നെ അയല, നോൺ വെജ് അച്ചാറുകളും ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണ്? അയല ഇതുണ്ടോ, അയല മീനുണ്ട്. അയല വറുത്തിട്ട് വട്ടം കണ്ടിച്ചെടുക്കുന്നതാണ്. അത് അച്ചാറുണ്ട്. അതെല്ലാം നല്ല ചെലവുള്ള ഐറ്റംസ് ആണ്. അയലയുണ്ട്. പിന്നെ ഉണക്കത്തുണ്ട മീൻ അച്ചാറുണ്ട്. അതിൽ ചെറിയ കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും കഞ്ഞി പിടിക്കുക. ഉണക്കത്തുണ്ട മീൻ അച്ചാറ്. പിന്നെ മത്തി അച്ചാറ്, കേരമീൻ അച്ചാറ്. എല്ലാ നിലവിൽ ഇവിടെ ഉണ്ട്. കേരമീൻ ലേബിൾ ചേർന്ന് പോയിട്ട് അതുകൊണ്ട് ഇവിടെ തേൻ ലൂപിക്കാന്ന് കാണുന്നത് എന്താ? തേൻ ലൂപിക്ക ഇതുണ്ടോ. സാധാരണ എല്ലാവരും മറ്റേ നെല്ലിക്കയാണ് തേനിട്ടെടുക്കാറ്. ഇത് ചീമനെല്ലിക്ക, ലൂപിക്ക, ലോലോലിക്ക എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെ. ആ സാധനം നമ്മൾ തേനിനകത്തിട്ടതാണ്. നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണിത്. അപ്പൊ എത്ര നാളത്തെ ഒരു പരീക്ഷണമൊക്കെ എന്റെ പിന്നിലുണ്ട്? പിന്നെ ഭയങ്കര നല്ല ഹാർഡ് വർക്ക് ഉണ്ട്. ഞാൻ 10-25 വർഷം മുമ്പേ ഇത് തുടങ്ങിയതാണ്. മക്കള് നല്ല കുഞ്ഞെ ആയിരുന്ന സമയത്ത്. അപ്പൊ ഞാനും എന്റെ ഭർത്താവും കൂടി ഞങ്ങൾ നന്നായിട്ട് പരിശ്രമിച്ച് 2-3 മണിക്കൂർ ഉറങ്ങിയിട്ടൊക്കെ ഫുൾ സമയവും
ജോലിയിൽ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഞങ്ങൾ ശരിക്കും ഒരു നല്ല സ്ഥലത്ത് വന്ന് എത്തിപ്പെട്ടു. സ്വദേശി എന്ന് പേര് വരാൻ കാരണം? സ്വദേശി എന്ന് പറഞ്ഞാൽ ഞാൻ 2000-ലൊക്കെ ഒരു ഗാന്ധി സ്റ്റഡി സെന്ററിന് ഒരു ട്രെയിനിങ് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ട്രെയിനിങ്ങിന്റെ ഫലമായിട്ട് ഞങ്ങൾ വേറെ ഒത്തിരി പേരുകളൊക്കെ ഇട്ടു. പക്ഷെ സ്വദേശി എന്ന് പറയുമ്പോൾ ഒരു ഗാന്ധിയൻ പ്രസ്ഥാനമായിട്ട് ഞങ്ങൾ മാറ്റി. ഗാന്ധിയുടെ ആദർശങ്ങളും വിഷമയവും ഇല്ലാത്തതും നല്ല പ്രൊഡക്റ്റ് കൊടുക്കാൻ അങ്ങനെ ഞങ്ങൾ സ്വദേശി എന്ന് പേരിട്ട് ആ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടിട്ട പേരാട്ടോ. അപ്പൊ എന്തായാലും ഇവിടേക്ക് എത്താൻ കഴിയുന്നതിലുള്ള ഒരുപാട് സന്തോഷം. അപ്പൊ എന്തായാലും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് അച്ചാറുകളാണ് ഈ പിക്കിൾസ് വേൾഡിലേക്ക് എത്തുമ്പോൾ കാണാൻ കഴിയുന്നത്. ഇത് സ്വദേശിയുടെ ഏതാ? ഇത് സാറേ കാട്ടു കണ്ണിമാങ്ങ അച്ചാറ്. ഏറ്റവും അധികം വിൽപ്പനയുള്ളതും ഏറ്റവും ടേസ്റ്റ് ഉള്ളതും മക്കൾ മുതൽ പ്രായമായവർ വരെ ഇത്ര രോഗിയായിട്ട് കിടക്കുന്നവർ കഞ്ഞി കുടിക്കാത്തവരെല്ലാം ഇതൊരു കഷ്ണം കൊണ്ടു കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന ആദിവാസികൾ കൊണ്ടുതരും. ഇല്ലെങ്കിൽ നമ്മളെ വലിയ വലിയ മരങ്ങളൊക്കെ എടുത്തിട്ട് ഒന്നിച്ചു പോയി പറിച്ചെടുക്കുന്നതൊക്കെയ. ഒരു 50 കിലോ പോലും ഒരു ദിവസം പറിക്കില്ല. അത്രയും ഭയങ്കര ഹൈറ്റിലാണ് ഇത്. 100 മാങ്ങയൊക്കെ കാണും ഒരു കൊല പറിച്ചെടുക്കുന്നത്. സ്വദേശിയുടെ സ്പെഷ്യൽ ഐറ്റം ആണ് അതല്ലേ? സ്വദേശിയുടെ സ്പെഷ്യൽ ഐറ്റം. അപ്പൊ എന്തായാലും 25 വർഷത്തെ യാത്ര നിങ്ങൾ വിജയത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ സപ്പോർട്ട് ഉണ്ടല്ലേ? ഒത്തിരി ആൾക്കാരുടെ ഞങ്ങൾക്ക് ആദ്യമായിട്ട് സപ്പോർട്ടായിട്ട് തന്നത് ജില്ലാ സഹകരണ ബാങ്കാണ്. ഞങ്ങൾക്ക് അവിടുത്തെ ട്രെയിനിങ് ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. 2004-ലൊക്കെ സ്വദേശി ഗാന്ധി സെന്റർ ഫോർ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഇതിന്റെ കീഴിൽ അവിടുത്തെ ഒരു GM നിർബന്ധമായിട്ട് എന്നെ ക്ലാസ്സിന് പങ്കെടുപ്പിച്ചു. ഞാൻ ആ ക്ലാസ്സിന് ആദ്യമൊക്കെ പോകാൻ ഭയങ്കര മടിയായിരുന്നു. പക്ഷെ ഭർത്താവ് എന്നെ തള്ളിക്കയറ്റി വിട്ടു. അപ്പൊ ചെന്ന് കഴിഞ്ഞപ്പോ എനിക്ക് ആ നമ്മൾ ആഗ്രഹിച്ചിരുന്നത് എന്തോ അത് ഒത്തിരി കിട്ടി. ചിപ്പ സംഭാരം, ജ്യൂസുകള്, പഴം, പച്ചക്കറി സംസ്കരണം ഒക്കെ ആയിരുന്നു അവിടെ പഠിപ്പിച്ചിരുന്നത്. എനിക്ക് ഒത്തിരി ഗുണമായി. ജില്ലാ സഹകരണ ബാങ്കുകാർ ലോണും എല്ലാം തന്ന് എല്ലാം ഞങ്ങള് ഇത്രയും ഹൈടെക് ആക്കിയത് ജില്ലാ സഹകരണ ബാങ്കാണ്. പിന്നെ വ്യവസായ ഭവന്റെ കീഴിൽ അച്ചാർ യൂണിറ്റുകൾക്ക് ഒത്തിരി ക്ലാസ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരോടും പൊതുജനങ്ങളോടും എല്ലാവരോടും നന്ദി പറയുന്നു ഈ ദിവസം. എന്തായാലും ഇവിടേക്ക് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംരംഭം വർഷങ്ങളുടെ ഒരു പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് വിജയിക്കുന്നത് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ കുടുംബം. ഇതാണ് വിമലാമ്മയുടെ രുചിക്കൂട്ടുകളുടെ ഒരു സവിശേഷത. കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തട്ടെ. എല്ലാവിധ ആശംസകളും.